ഇപ്പോഴും പരിഗണന കിട്ടിയിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ എത്ര പേർക്കറിയാം ഡിസംബർ 30 നമ്മൾ അഭിമാനപൂർവ്വം ഓർക്കേണ്ട ദിവസം അന്നാണ് നമ്മുടെ ത്രിവർണ്ണ പതാക ഉയർത്തിയെന്ന് എത്ര പേർക്ക് അറിയാം? ഇറ്റ് വാസ് എ വെരി ഹൊറിബിൾ ഇൻസിഡൻറ്റ് ആക്ച്വലി. നമ്മുടെ 2004 അത് സുനാമി അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഇത് നമ്മുടെ എന്തായാലും ഒത്തിരി ജീവൻ നഷ്ടപ്പെട്ടു പോയ ഒരു ദിവസമായിരുന്നു അന്ന്. ഈ 1943 ഡിസംബർ 30 ഒരു കമ്മെമറേഷനായിട്ട് ശ്രീ നരേന്ദ്രമോദി അദ്ദേഹം വന്നിട്ട്, പ്രൈം മിനിസ്റ്റർ വന്നിട്ട് 2018 അവിടെ ഒരു വളരെ വലിയ ഒരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു നാഷണൽ ഫ്ലാഗ് അദ്ദേഹം ഹോസ്റ്റ് ചെയ്തിരുന്നു. കംപ്ലീറ്റ് ഈ വാഷ് ഔട്ടായി പോയി. അങ്ങനെ ഒത്തിരി ഞങ്ങളിതിൽ പോയ വഴികളിൽ സൈഡിലൊക്കെ ഇങ്ങനെ മരങ്ങളും മനുഷ്യരും മൃഗങ്ങളും ഒരുമിച്ച് കൂട്ടിയിട്ട് തീയിടുകയാണ്, അല്ലാതെ വേറെ വഴിയില്ല. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ഓരോ ഭാരതീയനും അഭിമാനമാണ്, വികാരമാണ് നമ്മുടെ ദേശീയ പതാക, ത്രിവർണ്ണ പതാക. ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർത്തിയത് ആരാണെന്നറിയാമോ? സാക്ഷാൽ സുഭാഷ് ചന്ദ്രബോസ്. എവിടെ വെച്ചാണെന്നറിയാമോ? അത് ആൻഡമാൻ നിക്കോബാർ ഐലൻഡിൽ വെച്ചാണ്. എന്നാണെന്നറിയാമോ? 1943 ഡിസംബർ 30. അതെ, ഈ ഡിസംബർ 30 എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ചരിത്രത്തിൽ ഏറ്റവും വളരെ വ്യക്തമായും പ്രാധാന്യത്തോടു കൂടിയും രേഖപ്പെടുത്തേണ്ട ഒരു ദിനമാണ്. അതിലേക്കാണ് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ ദിനത്തിൻ്റെ ഓർമ്മപ്പെടുത്തലായി ഒരു മൈക്രോ മൂവി സോങ് തയ്യാറാക്കിയ ഫിലിം മേക്കറും ഒപ്പം തന്നെ എഴുത്തുകാരനുമായ ശ്രീ എൻ ശ്രീപ്രകാശ് നമ്മോടൊപ്പം ചേരുകയാണ്. നമസ്കാരം സാർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ഗുഡ്, താങ്ക് യു. ആദ്യം തന്നെ ഈ ഒരു അഭിമാന ദിനത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ നമുക്ക് ഒരല്പം നമ്മുടെ ശിരസ് നമിച്ചുകൊണ്ട് തുടങ്ങാം. വളരെ അഭിമാനകരമായ, അതുപോലെ തന്നെ ഇമോഷണലി ടച്ചിങ് ആയിട്ടുള്ള ഒരു ദിവസമാണ് ഡിസംബർ 30, ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അതിൻ്റെ ഒരു മൈക്രോ മൂവി സോങ് അങ്ങ് തയ്യാറാക്കി. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ആ സോങ്ങിനെ കുറിച്ച്, ആ മൈക്രോ മൂവിയെക്കുറിച്ച്. തീർച്ചയായും. കാരണം കുറേ നാളുകളായിട്ടുള്ള ആഗ്രഹമായിരുന്നു ഈ ഡിസംബർ 30 1943 എന്ന് പറയുന്ന ഒരു ഹിസ്റ്റോറിക്കൽ ഡേ, ദി പ്രഷ്യസ് മൊമെൻറ്റ് ഇൻ ദ ഇന്ത്യൻ ഹിസ്റ്ററി പുറത്തു കൊണ്ടുവരണമെന്ന് ഒത്തിരി നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ആൻഡമാൻസിൽ അത് സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. ഇൻ എവരി ഇയർ, ദിസ് ഇയർ ഓൾസോ ദേ ആർ ഗോയിങ് ടു സെലിബ്രേറ്റ് ഇറ്റ്. അപ്പോൾ ഇത് എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും? ഞാനൊരു 30-30 വർഷമായിട്ട് ആൻഡമാനിൽ സർവീസ് ചെയ്ത ആളാണ്. സ്റ്റാറ്റിസ്റ്റീഷ്യനായിരുന്നു. ഓക്കെ. അതിനു മുമ്പ് സീനിയർ ടീച്ചറായിരുന്നു മാത്തമെറ്റിക്സിൻ്റെ. അത് ശരി. ലിറ്റിൽ ആൻഡമാൻ എന്ന് പറയുന്ന ഒരു ചെറിയ ദ്വീപിൽ. പിന്നെ അതിനുശേഷം ചിത്രകാരൻ ആയതുകൊണ്ട് കുറേ ചിത്രങ്ങളെല്ലാം ചെയ്തു. കുറേ അതിനെക്കുറിച്ച് ഈ നമ്മുടെ ഒരു ഹിസ്റ്റോറിക്കൽ ഇവൻസിനെ കുറിച്ചും അല്ലാതെ തന്നെ ഹെറിറ്റേജ് ഓഫ് ആൻഡമാൻസിനെ കുറിച്ചും ഒക്കെ കുറേ ബ്രോഷേഴ്സ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആഫ്റ്റർ മൈ റിട്ടയർമെൻറ്റ്, അതായത് 2020 ഞാൻ റിട്ടയർ ആയി അവിടെ നിന്ന്. അപ്പോൾ റിട്ടയർ ആയെങ്കിൽ തന്നെ ആൻഡമാൻസ് വിടാനുള്ളൊരു മനസ്സില്ല. കാരണം അവിടെ ഒരു 10-39 വർഷം ഒരു സ്ഥലത്തെന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ആ സ്ഥലം അങ്ങ് മാറുകയാണ്. അപ്പോൾ അതിനുശേഷം ഇതിനെക്കുറിച്ച് ഒരു പുസ്തകം ചെയ്തു. ഐ മീൻ മീ ആൻഡ് മൈ പാലറ്റ് എന്ന് പറഞ്ഞൊരു ബുക്ക് ഇറക്കി ഞാൻ. അപ്പോൾ അതിനകത്ത് മീ ആൻഡ് മൈ പാലറ്റ്. ഓക്കെ. അപ്പോൾ അതിനകത്ത് പ്രധാനമായിട്ടും ചെയ്തിരിക്കുന്നത് ഈ 1943 ഡിസംബർ 30 ഒരു കമ്മെമറേഷനായിട്ട് ശ്രീ നരേന്ദ്രമോദി അദ്ദേഹം വന്നിട്ട്, പ്രൈം മിനിസ്റ്റർ വന്നിട്ട് 2018 അവിടെ ഒരു വളരെ വലിയ ഒരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു നാഷണൽ ഫ്ലാഗ് അദ്ദേഹം ഹോസ്റ്റ് ചെയ്തിരുന്നു. അതേ സെയിം പ്ലേസിലാണോ? അല്ലല്ല, ഇറ്റ്സ് കുറച്ചങ്ങോട്ട് മാറി. ഐ മീൻ ഇറ്റ് ഈസ് കെപ്റ്റ് ഇൻ ദി സീ ഷോർ ഓഫ് ദി ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ്. അപ്പോൾ വളരെ രസമാണത് കാണാൻ. വളരെ ഉയരത്തിൽ വളരെ വലിയൊരു ഫ്ലാഗ്. ആ കടൽക്കാറ്റിൽ അതിങ്ങനെ ഇളകുന്ന കാണാൻ നല്ല ഭംഗിയാണ്. എത്ര ദൂരെ നിന്ന് വേണമെങ്കിലും കാണാം, ഫ്ലൈറ്റിലിരുന്ന് വേണമെങ്കിലും കാണാം നമുക്ക്. വെൻ വി ആർ ലാൻഡിങ് ദർ. അപ്പോൾ അങ്ങനൊരു കാര്യം അദ്ദേഹം ചെയ്തു. അപ്പോൾ പതുക്കെ ആ ചരിത്ര മുഹൂർത്തം പുറത്തോട്ട് വരാൻ തുടങ്ങി. അറിയാം എങ്കിലും എല്ലാവർക്കും നന്നായിട്ട് അറിയാമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുപക്ഷെ കേരളത്തിൽ തന്നെ എത്ര പേർക്ക് അറിയാമെന്നുള്ളത് എനിക്കറിയില്ല. അതിന് വേണ്ടിയിട്ട് ഒരു രാഷ്ട്രചേതന ദിനമെന്നും പറഞ്ഞുകൊണ്ട് ആറ്റിങ്ങലിൽ ഞങ്ങൾ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചിരുന്നു 2022 ഡിസംബർ 30. ഡോക്ടർ ദേവമാർ സാറ്, പിന്നെ എൻ്റെ ഫ്രണ്ട് എൻ അയ്യപ്പൻ, പിന്നെ സുരേഷ് സാർ, അദ്ദേഹത്തിൻ്റെ ഒരു ക്ലാഷ് എന്ന് പറഞ്ഞിട്ടൊരു
ഇൻസ്റ്റിറ്റ്യൂഷനുണ്ട്. അവിടെ ഞങ്ങളുടെ ചെറിയൊരു സംഗമം എല്ലാം കൂടെ ചേർന്നിട്ട് ഈ ഒരു ചരിത്രമുഖത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അതെ. പതുക്കെ പതുക്കെ ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു വിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊരു ലിമിറ്റേഷൻ ഉണ്ടല്ലോ. അപ്പോൾ ഫൈനലി ഞാൻ കരുതി എന്തുകൊണ്ടൊരു മൈക്രോ മൂവി സോങ് എന്തുകൊണ്ട് ചെയ്തുകൂടാ ഓക്കെ. എന്ന് കരുതി. ഒരു അറൗണ്ട് 12 ഡേയ്സ് ഞങ്ങളവിടെ ഷൂട്ട് ചെയ്തു. അവിടെ തന്നെ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിൽ ഷൂട്ട് ചെയ്തു. അപ്പോൾ അതിനകത്ത് ഞങ്ങൾ സെല്ലാർ ജയിലിൻ്റെ ഒരു പോർഷൻ കൊണ്ടുവന്നു. അവിടുത്തെ ഒരു യാതനകളുടെ കുറച്ച് ഭാഗം കൊണ്ടുവന്നു. ടൂറിസത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ കൊണ്ടുവന്നു. അങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് വളരെ ഒരു 9 മിനിറ്റ്സേ ഉള്ളൂ ആ ഇതെന്ന് പറയും. ഇറ്റ്സ് എ സോങ് ഓൾസോ. അത് പാടിയിരിക്കുന്നത് മേജർ രാജ്പ്രസാദാണ്. പിന്നെ സരിത രാജീവ് ആ മാഡം കൊണ്ടാണ് പാടിയിരിക്കുന്നത്. പക്ഷേ എൻ്റെ സംഗീതം ചെയ്തിരിക്കുന്നത് എൻ്റെ വളരെ അടുത്ത സുഹൃത്തും ആയിട്ടുള്ള എൻ്റെ സോൾമേറ്റ് എന്ന് തന്നെ പറയാം. അദ്ദേഹമാണ് ചെയ്തിരിക്കുന്നത്. രാമവർമ്മ തമ്പുരാൻ, കിളിമാനൂർ പാലസ്. അദ്ദേഹമാണ് അതിൻ്റെ മ്യൂസിക് ചെയ്തത്. ഓക്കെ. അപ്പോൾ ഞങ്ങളത് ചെയ്തിട്ട് ഞങ്ങളവിടെ ഷൂട്ട് ചെയ്തു. 12 ദിവസത്തോളടുത്ത് ഷൂട്ട് ചെയ്തു ഞങ്ങളത്. എന്നിട്ടത് ഡിസംബർ 29 ലാസ്റ്റ് ഇയർ 2024 മേജർ രവിയാണത് ഇത് ചെയ്തത്. റിലീസ് ചെയ്തത് കൊച്ചിയിൽ ചെയ്തു. പക്ഷേ എന്നിട്ടും ആ സോങ് ഒത്തിരി പേര് കണ്ടില്ല എന്ന് പറയാനൊക്കെ ഏതാണ്ട് 10,000-ൽ കൂടുതൽ ആൾക്കാരത് കണ്ടു. എന്നിരുന്നാൽ തന്നെയും ഈ ഒരു ഹിസ്റ്റോറിക്കൽ ഫാക്റ്റ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ഫസ്റ്റ് ട്രൈ കളർ എന്ന് പറയുമ്പം ദാറ്റ്സ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. അതെ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അഭിമാനിക്കാവുന്ന ഒരു ദിവസമാണ്. അത് എത്ര പേരിലേക്ക് എത്തിക്കാനൊക്കും എന്നുള്ളൊരു ഇതുണ്ട്. തീർച്ചയായിട്ടും. അങ്ങേക്ക് എനിക്ക് തോന്നുന്നു ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിനോട് വല്ലാത്തൊരു ആത്മബന്ധം ഉണ്ട്. 39 വർഷം അവിടെ താമസിക്കുക, ജോലി ചെയ്യുക, ആർട്ടിസ്റ്റാണ്, അധ്യാപകനായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിൽ വയ്ക്കുമ്പോൾ എന്നാണ് ഈ ഒരു ആശയം, അതായത് 1943 ഡിസംബർ 30 ഫസ്റ്റ് ട്രൈ കളർ ഹോസ്റ്റിങ്ങിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അങ്ങയുടെ മനസ്സിലേക്ക് വരുന്നത്? അതിൻ്റെ കാരണമെന്ന് പറയുന്നത് നമ്മുടെ റോസ് ഐലൻഡ് എന്നൊരു ഐലൻഡുണ്ട്. നമ്മുടെ ഈ ഇത് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ആണ് ഈ മെയിനായിട്ടുള്ളൊരു ഹെഡ് ക്വാർട്ടേഴ്സ് നമ്മൾ പോർട്ട് ബ്ലെയറിലോട്ട് മാറിയത്. അതിന് മുമ്പ് റോസ് ഐലൻഡ് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെ ഇപ്പം നമ്മൾ സുഭാഷ് ചന്ദ്രബോസ് ഐലൻഡ് എന്നാണ് റീനെയിം ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അവിടെയായിരുന്നു ഈ സുഭാഷ് ചന്ദ്രബോസ് 1943 ഡിസംബർ 29 അദ്ദേഹം വന്നിട്ട് അവിടെയായിരുന്നു സ്റ്റേ ചെയ്തിരുന്നത്. ഓക്കെ. അപ്പോൾ ഈ റോസ് ഐലൻഡ് കാണാൻ പോയിട്ടുണ്ട്. ഞാനും എൻ്റെ കൂട്ടുകാരി എൻ്റെ വൈഫ് ഞങ്ങൾ ഒരുമിച്ചാണ് യാത്രകൾ എപ്പോഴും. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് അവിടെ റോസ് ഐലൻഡിൽ പോയി ഒന്ന് വരച്ചിട്ടുണ്ട് വർഷങ്ങൾക്ക് മുൻപ്. ഓക്കെ. എൻ്റെ ഒരു ഫ്രണ്ട് ഒരു സജി ഉണ്ടായിരുന്നു, അദ്ദേഹം അത് ഷൂട്ട് ചെയ്തിരുന്നു മെനി ഇയേഴ്സ് ബാക്ക്. ഓക്കെ. അപ്പോൾ ഈ 2004 സുനാമിയൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരുന്നു അതിൻ്റെ ഞങ്ങളവിടെ പോയി ഒന്ന് വരയ്ക്കുകയൊക്കെ ചെയ്തു. അവിടെ ഒരു ചർച്ചൊക്കെ ഉണ്ട്, ഒരു പ്രിസ്ബിറ്റോറിയൻ ചർച്ചുണ്ട്. ആരും മെഴുകുതിരി എത്തിക്കാനില്ലാത്തൊരു ചർച്ചെന്ന് ഞങ്ങൾ പറയാറുണ്ട്. കാരണം എല്ലാം ഡിലാപ്പിഡേറ്റഡ് ആയിട്ട് കിടക്കുകയാണ്. റൂയിൻസാണ് ഇപ്പോൾ കൂടുതലും ഉള്ളത്. അപ്പോൾ അവിടെ ഞങ്ങൾ ഷൂട്ട് ചെയ്ത സമയത്ത് ഞങ്ങളിങ്ങനെ പറഞ്ഞിരുന്നു, ഇവിടെ അദ്ദേഹം വന്ന് സ്റ്റേ ചെയ്തിട്ടുള്ള സ്ഥലമാണ് സുഭാഷ് ചന്ദ്രബോസ്. എന്തെങ്കിലും പറ്റുമെങ്കിൽ അതൊന്ന് പുറത്ത് കൊണ്ടുവരണം, എഴുത്തിലൂടെയോ വരയിലൂടെയോ അല്ലെങ്കിൽ സിനിമയിലൂടെയോ ഒക്കെ കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹം. അതാണ് അന്ന് ഉദിച്ചതാണ് ഈ കൊതി. എന്തായാലും അത് യാഥാർത്ഥ്യമായി. അതെ, വലിയ കാര്യം തന്നെയാണ്. അത്തരത്തിൽ അതായത് നമ്മുടെ ചരിത്ര പ്രാധാന്യമേറിയ ഒരു മുഹൂർത്തം അത് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒരു കഥ പറയുന്ന രീതിയിൽ അവതരിപ്പിക്കുക, പാട്ടിൻ്റെ കൂടി അകമ്പടിയോടുകൂടി. ഇറ്റ്സ് വെരി ചലഞ്ചിങ് ടാസ്ക് എന്നാണെങ്കിൽ പറയുന്നത്. ഈ ഇത്തരത്തിലുള്ള സംഭവങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ആൻഡമാൻ നിക്കോബാർ ഐലൻഡിലേക്ക് 39 വർഷമാണ് അങ്ങ് കടന്നു ചെല്ലുന്നത് ഒരു ആർട്ടിസ്റ്റായി. അന്ന് എങ്ങനെയായിരുന്നു ദ്വീപ് സമൂഹത്തെ അങ്ങ് കണ്ടിരുന്നത്? അതിൽ നിന്നും ഇപ്പോൾ അവിടെ നിന്ന് വിട്ടു വന്നിരിക്കുകയാണ്, 2020 അവിടെ നിന്ന് 39 ലോങ് ഇയേഴ്സ്. അതിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം, നമ്മുടെ സ്വാതന്ത്ര്യ സമര പോരാളികൾ നിരവധി പേർ അവിടെ വന്ന് യാതന അനുഭവിച്ചിട്ടുണ്ട്. ആ ഒരു പ്രാധാന്യം ആ മണ്ണിന് കിട്ടുന്നുണ്ടോ? എന്ത് തോന്നുന്നു? മണ്ണിന് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മളൊരു ഒരു 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 ദേവാലയത്തിൽ പോകുന്നത് പോലെ വേണം ആൻഡമാനിൽ പോകാൻ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഏറ്റവും കൂടുതൽ നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ, പൊളിറ്റിക്കൽ പ്രിസണേഴ്സ് എന്ന് പറയും അന്ന്, അവർ ഏറ്റവും കൂടുതൽ യാതനകൾ അനുഭവിച്ച സ്ഥലമാണത്. വൈപ്പർ ഐലൻഡ് എന്നൊക്കെ പറയുന്നത് അവിടെ ഒരു ഗാലോ ഉണ്ട്. അവിടെ 7 പേരെയാണ് ഒരു സമയത്ത് തൂക്കിലേറ്റുന്നത്. ഓക്കെ.
വലുതായിട്ട് റീസൺസുകളൊന്നും ചോദിക്കാതെ അങ്ങനെയൊക്കെയാണ് ചെയ്തിരുന്നത്. ഒത്തിരി ഒത്തിരി കഥകളുണ്ട് ആൻഡമാൻ്റെ. നമ്മൾ ആ ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ്സിലോട്ട് കടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ നോട്ട് ബി ഇറ്റ്സ് നോട്ട് എ സ്മാൾ ചാപ്റ്റർ, ഇറ്റ്സ് എ വെരി ബിഗ് ഹിസ്റ്റോറിക്കൽ സെനോറിയോ. അത് എഴുതാൻ തന്നെ പാടാണ്, വളരെ ഒത്തിരി എഴുതേണ്ടി വരും, ഒത്തിരി അതിനെക്കുറിച്ച് പറയേണ്ടി വരും, അത്ര വാസ്റ്റാണ് ആ ഒരു സംഭവം എന്ന് പറയുന്നത്. എന്നിരുന്നാൽ തന്നെയും ആൻഡമാനിൽ ഞാൻ എന്തായാലും പറയുന്നൊരു പട്ടം പോലായിരുന്നു എൻ്റെ ലൈഫ് എന്ന് പറയുന്നത്. പ്ലാൻഡ് ലൈഫല്ല എൻ്റെ. ഓക്കെ. അങ്ങനെ പോയി വരയ്ക്കാനായിട്ട് പോയി, മദ്രാസിൽ വരയ്ക്കാൻ പോയി. പിന്നെ മദ്രാസിൽ നിന്ന് പിന്നെ ഒരു കപ്പലിൽ കയറി അങ്ങനെ ആൻഡമാനിൽ വരയ്ക്കാൻ പോയി. അവിടെ ചെന്ന് അവിടെ സീനിയർ ടീച്ചറായിട്ടൊരു ജോലി കിട്ടി. അതായിട്ടൊരു ഭാഗ്യമായിട്ടുള്ളതെന്ന് പറയുന്നത്. ഓക്കെ. അങ്ങനെ കുറച്ച് നാൾ സീനിയർ ടീച്ചർ എന്ന് പറഞ്ഞാൽ കൊച്ചു കാര്യമല്ല. അന്ന് മാത്തമാറ്റിക്സിൻ്റെ ആദ്യത്തെ ഒരു വാദ്യാരായിരുന്നു. അവിടുത്തെ ലിറ്റിൽ ആൻഡമാൻ എന്ന് പറയുന്ന ചെറിയൊരു ദ്വീപിൽ അവിടെ 12ാം ക്ലാസ് സയൻസ് സ്ട്രീം തുടങ്ങാനുള്ള ഒരു ഭാഗ്യം. അതിനകത്തൊരു കണക്കധ്യാപകനായിട്ട് ഒരു ജോലി കിട്ടി വിത്തൗട്ട് BEd. ഓക്കെ. അങ്ങനെ അവിടെ കഴിഞ്ഞു. പിന്നെ അവിടുത്തെ ആ നാട്ടിൽ അവിടെ ലിറ്റിൽ ആൻഡമാനിൽ ബംഗാളി സെറ്റിൽമെൻറ്റാണ്. അവിടെ കുറേ വർക്കുകളൊക്കെ ചെയ്തു. അങ്ങനെയാണ് തുടക്കം. അവിടുത്തെ സ്ഥലവും ചിത്രകലയായിട്ട് ഞാൻ ബന്ധിപ്പിക്കാനുള്ള തുടക്കം അങ്ങനെയായിരുന്നു. പിന്നീട് അതിനുശേഷം ഞാൻ സ്റ്റാറ്റിസ്റ്റീഷ്യനായിട്ട് മാറി. നിക്കോബാർ എന്ന് പറയുന്ന ഐലൻഡിലോട്ട് മാറി. അവിടെ നിക്കോബാറീസുമായിട്ടുള്ള ബന്ധങ്ങൾ. അതിനുശേഷം പിന്നെ അവിടെ നിന്ന് ഞാൻ പോർട്ട് ബ്ലെയറിലോട്ട് വരുന്നു. പോർട്ട് ബ്ലെയറിൽ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ടല്ലോ, ജർവായ ഏരിയ അങ്ങനെ കിടക്കല്ലേ, കാടല്ലേ കൂടുതലും ഉള്ളത്. എത്ര വരച്ചാലും തീരത്തില്ല. ഓക്കെ. എത്ര കണ്ടാലും മതിയാവാത്തൊരു സ്ഥലം. നല്ല കടൽ, നല്ല മണൽ, അങ്ങനെയുള്ള സ്ഥലമാണ്. ശാന്തമായ സ്ഥലം, നല്ല ക്ലിയർ വാട്ടറാണ്. ക്ലിയർ വാട്ടറാണ്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഈ അവധി ദിവസങ്ങളിലൊക്കെ ഒരു വണ്ടിയൊക്കെ എടുത്തിട്ട് പോയിട്ട് ഡീസലൊക്കെ വെച്ചിട്ടിരുന്ന് വരച്ച് അങ്ങനെ ആൻഡമാൻ്റെ കുറേ ചിത്രങ്ങൾ ചെയ്യാൻ പറ്റും. കുറേ ചിത്രങ്ങൾ ചെയ്തു. അത് ഞാൻ എക്സിബിറ്റും ചെയ്തിരുന്നു. രണ്ട് തവണ പിന്നെ ലളിതകലാ അക്കാദമി കൊച്ചിയിൽ ദർബാർ ഹാളിൽ പറ്റി. പിന്നീട് KCS പണിക്കർ ഹാളിൽ ഇൻ 2023 an exhibition about this me and my parrot. It was titled like that. എൻ്റെ ഒരു യാത്രയുടെ ഞാനും എൻ്റെ ചായങ്ങൾ കലക്കുന്ന ഒരു പാത്രവും അങ്ങനെ കുറേ വർക്കുകൾ ചെയ്തു, കുറേ ഡ്രോയിങ്സൊക്കെ. ബട്ട് ഈ ദേശീയത അല്ലെങ്കിൽ നമ്മുടെ ചരിത്രം, രാജ്യത്തിൻ്റെ ചരിത്രം, സ്വാതന്ത്ര്യ സമരം, ഇത് ഒക്കെയായി അങ്ങ് കൂടുതൽ റിലേറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഈ ഒരു സോങ്ങിലൂടെ തന്നെ. ഫസ്റ്റ് ട്രൈ-കളർ, അതിൻ്റെ പേരെന്താണ് ആ മൈക്രോ സോങ്ങിൻ്റെ? പെഹല തിരങ്ക. പെഹല എന്ന് പറഞ്ഞാൽ ആദ്യത്തത്, തിരങ്ക എന്ന് പറഞ്ഞാൽ ത്രിവർണ്ണ പതാക. ഓക്കെ. പെഹല തിരങ്ക. ഈ പെഹല തിരങ്ക, അപ്പോൾ ആദ്യത്തെ ത്രിവർണ്ണ പതാക ഉയർത്തിയ സ്ഥലത്തൊക്കെ പോയി കണ്ട് എന്താണ് ആ സ്ഥലത്തെ ഇപ്പോഴത്തെ സാഹചര്യം? ഇപ്പോൾ എന്തായാലും പ്രധാനമന്ത്രി വന്ന് വലിയൊരു അവിടെ ഉയർത്തി. അതിൻ്റെ യഥാർത്ഥ സ്ഥലം ശരിയായ രീതിയിൽ സംരക്ഷിച്ചു വരുന്നുണ്ടോ ഇപ്പോഴും? അതെ, പോർട്ട് ബ്ലെയർ തന്നെയാണല്ലോ. പോർട്ട് ബ്ലെയർ ജിങ്കാന ഗ്രൗണ്ടിൻ്റെ അടുത്തായിരുന്നു അതിൻ്റെ ഇത്. അവിടെ ഒരു ഓൾഡ് ആൻഡമാൻ ക്ലബ്ബ് എന്ന് പറയുന്നൊരു ക്ലബ്ബ് ഉണ്ടായിരുന്നു. അതിൻ്റെ മുമ്പിലാണ് ആദ്യം അത് പതാക ഉയർത്തിയത്. പക്ഷേ അവിടെ അത് ഉയർത്താൻ ബുദ്ധിമുട്ടാണ്. കാരണം ഇവിടെയാണ് കുറച്ചുകൂടെ ആപ്റ്റായിട്ടുള്ള പ്ലേസ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് അത് തൊട്ടടുത്ത് തന്നെ. ഇറ്റ് വിൽ ടേക്ക് ഓൺലി ഒരു 2 minutes വാക്ക്, അത്രയേ ഉള്ളൂ. റോഡിൽ തന്നെ, റോഡ് സൈഡിൽ തന്നെ സീഷോറിനോട് ചേർന്നിട്ടാണ് ഈ വലിയ പതാക ഉയർത്തിയത്. ഇത്രയും വർഷമെടുത്തു, 43, 2018 പ്രധാനമന്ത്രി അവിടെ. അതെ. ഇത്രയും സമയമെടുത്തു അതിനൊരു പരിഗണന കിട്ടാൻ. സത്യം ഇപ്പോഴും പരിഗണന കിട്ടിയിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ എത്ര പേർക്കറിയാം December 30th നമ്മൾ അഭിമാനപൂർവ്വം ഓർക്കേണ്ട ദിവസം. അന്നാണ് നമ്മുടെ ത്രിവർണ്ണ പതാക ഉയർത്തിയെന്ന് എത്ര പേർക്ക് അറിയാം? പ്രത്യേകിച്ച് നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ്, the hero we have ever seen in our life. അദ്ദേഹത്തോട് വലിയ ആരാധനയാണ്. അയ്യോ, തീർച്ചയായിട്ടും. ആ ഒരു ബന്ധം, അതായത് ഈ ഫസ്റ്റ് ട്രൈ-കളർ ആൻഡമാൻ നിക്കോബാർ അവിടെ വന്ന് ഉയർത്തുന്നു സുഭാഷ് ചന്ദ്രബോസ് എന്ന ആ ഒരു ഹീറോ ഇപ്പോൾ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ്. തീർച്ചയായിട്ടും. ഞാൻ സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഒരു കളർ പോർട്രേറ്റ്, ഓയിൽ പോർട്രേറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്. ദാറ്റ്സ് എക്സിബിറ്റഡ് ഇൻ ദി എൻട്രൻസ് ഓഫ് ദറ്റ് നേതാജി സ്റ്റേഡിയം. നമ്മൾ ജിങ്കാന ഗ്രൗണ്ട് എന്ന് പറയുന്നത് അതിന് നേതാജി സ്റ്റേഡിയം എന്നാണ് പറയുന്നത്. അവിടെയാണ് ഈ സ്പോർട്സ് ആക്ടിവിറ്റീസൊക്കെ നടക്കുന്നത്. അതിൻ്റെ മുൻപിലൊരു ഞാൻ വരച്ച ഒരു ഓയിൽ പെയിൻറ്റിങ്, ഓയിൽ കളർ പോർട്രേറ്റ് ഉണ്ട് സുഭാഷ് ചന്ദ്രബോസിൻ്റെ. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഞാൻ ചെയ്തതിൽ ഏറ്റവും നല്ല ഒരു പോർട്രേറ്റ് ആണെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. പോർട്രേറ്റിന് റെക്കഗ്നേഷൻ കിട്ടി, അവിടെ പ്രദർശിപ്പിക്കാൻ പറ്റിയല്ലോ അല്ലേ? പിന്നെ കുറേ അവിടുത്തെ ആ ഒരു ഹെറിറ്റേജുമായിട്ട് കണക്ട് ചെയ്തിട്ട് കുറേ ചിത്രങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. രാജ്നിവാസിൽ കുറേയേറെ എൻ്റെ പെയിൻറ്റിങ്സ് ഉണ്ട്. പിന്നെ അല്ലാതെ ഗവൺമെൻറ് ഒഫീഷ്യൽസിൻ്റെ ക്വാർട്ടേഴ്സിൽ, ഓഫീസ് ബിൽഡിങ്സിലൊക്കെ എൻ്റെ കുറേ ചിത്രങ്ങളുണ്ട്.
ഞാൻ ചെയ്ത പെയിൻറ്റിങ്സ് മ്യൂറലാക്കിയിട്ട് ITF ഗ്രൗണ്ടിൻ്റെ 4 വശം വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറേയേറെ വർക്ക് അവിടെ എനിക്ക് ചെയ്യാനുള്ള They recognized you, ഭാഗ്യമുണ്ടായി. അല്ലേ? Yes, yeah, there. അല്ലേ? I have got an award also from the Lieutenant Governor. It's a prestigious award that time. I received that for their contribution in the field of art and culture എന്ന് പറഞ്ഞിട്ട് എനിക്ക് എൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ അദ്ദേഹം തന്നിരുന്നു. കമൻറ്റേഷൻ സർട്ടിഫിക്കറ്റ്. ഇറ്റ്സ് ആൻ അവാർഡ്. ഓക്കെ. എന്തായാലും ഈ ഫസ്റ്റ് ആദ്യത്തെ ത്രിവർണ്ണ പതാകയുടെ ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ രാജ്യത്തെ അറിയിക്കാനുള്ളൊരു ശ്രമം അങ്ങ് തുടങ്ങിക്കഴിഞ്ഞു. അതുപോലെ തന്നെ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിനെയും അടുത്തറിയിക്കാനുള്ളൊരു ശ്രമവും അങ്ങയുടെ ഭാഗത്ത് കഴിഞ്ഞ് കുറേ മുൻപ് തന്നെ തുടങ്ങിയെന്ന് തോന്നുന്നു. അതായത് ഒന്ന് അങ്ങയുടെ ഭാഗത്ത് നിന്ന് എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്, ഞാനൊന്ന് സെർച്ച് ചെയ്തപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള അവിടുത്തെ സെല്ലുലാർ ജയിലുകളെക്കുറിച്ചുള്ള ഒരു ഷോർട്ട് ഫിലിം ഞാൻ കണ്ടിരുന്നു, ഒരു ഡോക്യുമെൻ്ററി. അത് ആ ഡോക്യുമെൻ്ററി കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലൊരു വല്ലാത്തൊരു വികാര തള്ളിച്ചയുണ്ടാകും, നമ്മുടെ ആ ഒരു വിഷമമുണ്ടാകും, നമ്മുടെ ആ ഒരു യാതനയുടെ ദിനങ്ങളൊക്കെ തന്നെ നമ്മുടെ ഓർമ്മയിലേക്ക് വരികയും ചെയ്യും. അത് തീർച്ചയായിട്ടും ഇപ്പോഴും ഹോണ്ട് ചെയ്യുന്ന ഇന്ത്യയുടെ ഹീറോസിനെ ഇത്രയേറെ പീഡിപ്പിച്ച ഒരു സ്ഥലം, അതിപ്പോഴും നമ്മളെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും അതിൻ്റെ സെല്ലുകൾക്ക് ഒത്തിരി കഥ പറയാനുണ്ട്. സെല്ലുകളുടെ ഭിത്തികൾക്ക് ഒത്തിരി കഥ പറയാനുണ്ട്. ഭിത്തികൾക്ക് കാതുണ്ടായിരുന്നെങ്കിൽ അത് ഒത്തിരി കഥ പറഞ്ഞേനെ, അത് കേട്ട് അറിഞ്ഞ കഥകൾ അത് പറഞ്ഞേനെ. അവിടെ ഒരു ആലുണ്ടായിരുന്നു, വളരെ വലിയൊരു ആൽമരം ഉണ്ടായിരുന്നു. പക്ഷെ അത് സുനാമിയുടെ ടൈമിൽ അത് വീണു. പക്ഷേ വീണ്ടും അത് റീപ്ലാന്റ് ചെയ്ത് വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ പറയപ്പെടുന്നതെന്ന് പറയുന്നത് ഈ ആലിന് ഇഷ്ടംപോലെ കഥകൾ പറയാനുണ്ടാവുമല്ലോ എന്നുള്ള, ഏറ്റവും ക്രൂരതയുടെ അങ്ങേ അറ്റം, ദ പീക്ക് ഓഫ് ദ ക്രൂവൽറ്റി, അതാണ് ആ സെല്ലുലാർ ജയിലിൽ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ചുവന്ന ഭിത്തികൾ കാണുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ചുവന്ന കണ്ണുനീരാണ് എന്നെനിക്ക് തോന്നാറുണ്ട്. അത്ര വല്ലാത്തൊരു സ്ഥലമാണ് സെല്ലുലാർ ജയിൽ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാവരും ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് അവിടെ വരുന്നുണ്ട്. ഓക്കെ, ഒബ്വിയസ്ലി ഇറ്റ്സ് എ ടൂറിസ്റ്റ് പ്ലേസ്, ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ അവിടെ കയറുമ്പോൾ ആ ഒരു പ്രാർത്ഥനയോടെ ഒരു എന്തായാലും പറയുന്ന ഒരു അമ്പലത്തിലൊക്കെ പോകുന്ന, അല്ലെങ്കിൽ ഒരു ദേവാലയത്തിൽ പോകുന്ന ഒരു ഭയഭക്തിയോടൊന്ന് വേണം നമ്മളതിൽ കയറാൻ. കാരണം ഒത്തിരി പേര്, അറിയപ്പെടാത്ത ഒത്തിരി പേര് അവരുടെ ജീവൻ ബലികഴിക്കപ്പെട്ട ഒരു സ്ഥലമാണ്. അതെ, ആ സെല്ലുലാർ ജയിൽ. അതുപോലെ തന്നെ അതിൻ്റെ പരിസര പ്രദേശങ്ങൾ കടലിലേക്ക് ചാടി ഇഷ്ടം പോലെ എത്രയോ പേർക്ക് ജീവൻ നഷ്ടം. യെസ്, ഒരു വഴിയില്ലാതെ നൂറുകണക്കിന് ആളുകൾ ജീവൻ നഷ്ടമായി. അതുപോലെ തന്നെ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിലേക്ക് ഈ സുനാമി തിരമാലകൾ അടിച്ചു കയറിയപ്പോഴുണ്ടായ ദുരന്തത്തിൻ്റെ തീവ്രതയും അങ്ങയുടെ ചിത്രത്തിലൂടെ പ്രദർശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇറ്റ് വാസ് എ വെരി ഹൊറിബിൾ ഇൻസിഡൻറ്റ് ആക്ച്വലി. നമ്മുടെ 2004 അത് സുനാമി. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഇത് നമ്മുടെ എന്തായാലും ഒത്തിരി ജീവൻ നഷ്ടപ്പെട്ടു പോയ ഒരു ദിവസമായിരുന്നു അന്ന്. പിന്നെ എനിക്കാണെങ്കിൽ നിക്കോബാർ എന്ന് പറയുന്ന ഏരിയ ഭയങ്കരമായിട്ട് ഡിവാസ്റ്റേറ്റ് ആയ ഒരു ഏരിയ ആയിരുന്നു അത്. അങ്ങനെ എനിക്കവിടെ ഇതിനു വേണ്ടി പോകേണ്ടി വന്നു, റിപ്പോർട്ട് ചെയ്യാനൊക്കെ ആയിട്ടന്ന്. ഞങ്ങളുടെ ഗവൺമെൻറ് ഓഫീഷ്യൽസ് ആയതുകൊണ്ട് ഞങ്ങൾ അവിടുത്തെ ഒത്തിരി ജോലികളിൽ ഏർപ്പെടുമായിരുന്നു. ഈ എല്ലാം നശിച്ചവർ വരുന്നവരെ അവരെ ആശ്വസിപ്പിക്കാൻ, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാനും ഒക്കെയുള്ള ജോലികൾ. അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഏരിയ പോയിട്ട് കംപ്ലീറ്റ് സ്റ്റഡി ചെയ്ത് റിപ്പോർട്ട് അവതരിപ്പിക്കാനൊക്കെയുള്ള ജോലികൾ എനിക്കുണ്ടായിരുന്നു. ഞാനിങ്ങനെ ഒരു സെക്രട്ടറി സാറിൻ്റെ കൂടാണ് പോയത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ ഹെലികോപ്റ്ററിലാണ് പോകുന്നത്, ചെറിയൊരു ഹെലികോപ്റ്റർ. അതിനകത്ത് പോയിട്ട് അവിടെ താഴെ ഇറങ്ങുമ്പോൾ ഞങ്ങൾ എന്നിട്ട് അവിടെ നിന്നൊരു കാറിനകത്ത് ഞങ്ങൾ പോയ വഴികളൊന്നും പണ്ട് ഞാൻ കണ്ട് കാർണിക്കോബാറേ അല്ല. ഭയങ്കര സൗന്ദര്യമായിരുന്നു കാർണിക്കോബാർ കാണാൻ. അവിടുത്തെ മനുഷ്യരും അതുപോലെ തന്നെ സ്നേഹിക്കുന്ന മനുഷ്യർ. അങ്ങനെ അവിടെ ഒരു നല്ല കത്തീഡ്രലൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം നാശമായി. അതുപോലെ ഒത്തിരി ഞാൻ വരച്ച ഒരു ഇഷ്ടംപോലെ ചിത്രങ്ങൾ ചെയ്ത ഒരു ചർച്ച് ഉണ്ടായിരുന്നു. അത് കംപ്ലീറ്റ്, അതും ഗ്രേവി യാർഡും കൂടെ കംപ്ലീറ്റ് ഈ വാഷ് ഔട്ടായിപ്പോയി. അങ്ങനെ ഒത്തിരി ഞങ്ങളിതിൽ പോയ വഴികളിൽ സൈഡിലൊക്കെ ഇങ്ങനെ മരങ്ങളും മനുഷ്യരും മൃഗങ്ങളും ഒരുമിച്ച് കൂട്ടിയിട്ട് തീയിടുകയാണ്, അല്ലാതെ വേറെ വഴിയില്ല. എത്ര വലിയ ആൾക്കാരും എത്ര ചെറിയ ആൾക്കാരും കുഞ്ഞുങ്ങളും സ്ത്രീകളും യാതൊരു വ്യത്യാസങ്ങളും ഇല്ലാതെ, പൈസക്കാരനെന്നോ പൈസ ഇല്ലാത്തവനെന്നോ ഒരു വ്യത്യാസങ്ങളും ഇല്ലാതെ ആ തിരമാലകൾ അടിച്ചുകൊണ്ട് പോയി. അവരെ അതിൽ കിട്ടിയതിനെ എല്ലാത്തിലും കൂട്ടിയിട്ട് കത്തിക്കണം, അല്ല വേറെ വഴിയില്ല. കാരണം അല്ലെന്നുണ്ടെങ്കിൽ അവിടെ അസുഖങ്ങളൊക്കെ പടരുമല്ലോ, ഈ ഡെഡ് ബോഡിയൊക്കെ ഇങ്ങനെ കടന്നു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ പെട്രോളൊക്കെ ഒഴിച്ച് ഇങ്ങനെ കത്തിച്ച്, അപ്പോൾ അതിനിടയ്ക്കൂടായിരുന്നു ഞങ്ങൾ ആ കാറിനകത്തും ജീപ്പിനകത്തും ഒക്കെ പോയത്. ഒരിക്കലും മറക്കാനാവാത്ത ഒരു ദിവസമായിരുന്നു അന്ന്. അത് കുറേയേറെ ചിത്രങ്ങളായി വരും. അത് കുറേയേറെ ചിത്രങ്ങൾ ചെയ്ത് ഞാനന്ന് ആലോചിച്ചെന്ന് പറയുന്നത്, ഈ പിന്നെ നഷ്ടപ്പെട്ടു പോയ ആത്മാക്കൾക്ക് വേണ്ടിയിട്ട് ഒരു മെഴുകുതിരിയെങ്കിലും കത്തിച്ച് അവരുടെ ഒരു ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു വഴിയില്ലല്ലോ. അതിനാൽ ഈ അലറി വരുന്ന തിരമാലകൾക്ക് മുകളിൽ ഞാനൊരു മെഴുകുതിരി കത്തിച്ചോട്ടെ എന്ന് എൻ്റെ മനസ്സിൽ തോന്നിയിട്ട് ഞാനൊരു ചിത്രം ചെയ്തിരുന്നു. കാൻഡിൽസ് ഓൺ വേവ്സ്, ദർ ഈസ് നോ അതർ പ്ലേസ് ടു ലൈറ്റ് എ കാൻഡിൽ
ഫോർ ദ ഡിപ്പാർട്ടർ സോൾസ്, അങ്ങനെ ഒരു പെയിൻറ്റിങ് ഞാൻ ചെയ്തിരുന്നു. അതിൻ്റെ ഒരു സീരീസ് ഓഫ് പെയിൻറ്റിങ്സ് ഹാവ് ഡൺ. പക്ഷേ ആ ഒരു പെയിൻറ്റിങ് കുറേ നാളിങ്ങനെ മനസ്സിനെ ഹോണ്ട് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ജയശ്രീ എൻ്റെ കൂട്ടുകാരി അവൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, ഇതങ്ങ് എഴുതിയില്ലെങ്കിൽ ഇത് മനസ്സിൽ നിന്ന് പോകണ്ടേ. ഈ രാത്രികൾ, കുറേ രാത്രികളും ഇങ്ങനെയുള്ള ഈ തിരമാലകളും അതിൻ്റെ ഈ സുനാമിയുടെ ദുരന്തങ്ങളും ഇതിനകത്ത് മാത്രമാണ് ഞങ്ങളെല്ലാം. ഞാൻ പോപ്ഡറിലാണെങ്കിൽ തന്നെ ഞങ്ങളുടെ ഫ്ലാറ്റൊക്കെ ക്രാക്കായി, ഞങ്ങൾ താമസിച്ചിരുന്നതെല്ലാം നാശമായി. പിന്നീട് അതിനുശേഷം ഞങ്ങളുടെ ഓഫീസിലും കുറേ ആൾക്കാരൊക്കെ അവധിയെടുത്തു പോയി. ഓഫീസ് ജോലി ഇതിൻ്റെ ആ പകൽ ഇത് തന്നെ, ഈ ജോലികളും ഈ പിന്നെ സുനാമിയുടെ കാര്യങ്ങളും അവരെ സഹായിക്കലും ഇതൊക്കെ തന്നെ. അങ്ങനെ കുറേ നാളായപ്പോൾ അവൾ പറഞ്ഞൊരു കാര്യം ചെയ്ത്, ഇങ്ങനെ മാനസികത്തിന് ഇത്ര ഭയങ്കരമായിട്ട് വിഷമിപ്പിക്കുന്നുണ്ടെങ്കിൽ ഹാവ് ഡൺ സം പെയിൻറ്റിങ് ഓൾസോ, നൗ യു ഡു യു റൈറ്റ് എ ബുക്ക് ഓൺ ഇറ്റ്. അപ്പോൾ കാൻഡിൽസ് ഓൺ വ്യൂസ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു എൻ്റെ ഒരു നോവൽ എഴുതി, ഇൻ ഇംഗ്ലീഷ്. അതിനകത്ത് ഞാൻ നിക്കോബാറീസിൻ്റെ അവരുടെ ഒരു പഴയ അവരുടെ ജീവിത രീതികൾ, അവിടുത്തെ ഒരു കംപ്ലീറ്റ് കാര്യങ്ങൾ അതിനകത്ത് എഴുതി ചേർത്തിട്ടുണ്ട്. അങ്ങനെ പുസ്തകം ഇറങ്ങി, അങ്ങനെ ഒരു ഭാഗ്യമുണ്ടായി. 2017 സാഹിത്യ അക്കാദമിയിൽ നമ്മുടെ വൈശാഖൻ സാറാണത് റിലീസ് ചെയ്തത്. സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരുന്നു, നമ്മുടെ പിന്നെ റഫീഖ് സാറ്, അങ്ങനെ കുറേ പേര് എല്ലാവരും ഉണ്ടായിരുന്നു, ബിജീഷ്, അങ്ങനെ കുറേ അവിടുത്തെ കക്ഷികൾ, കലാമണ്ഡലത്തിലെ കക്ഷികളൊക്കെ ഉണ്ടായിരുന്നു അന്ന്, ഗ്രാമപ്രകാശ്, അങ്ങനെ കുറേ കൂട്ടുകാരുണ്ട് തൃശ്ശൂർ. അങ്ങനെ അവരുടെ എല്ലാവരും മുമ്പ് വെച്ചത് റിലീസ് ചെയ്തു. ആൻഡമാനിൽ 39 വർഷം കഴിഞ്ഞുവെങ്കിലും ഇപ്പോൾ നാട്ടിലെത്തി 5 വർഷമായി. അപ്പോഴേക്കും ഇവിടെ ഈ കലാമേഖലയുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ സുഹൃത്തുക്കളെ അങ്ങേക്ക്, അതും പ്രോമിനൻ്റായി നിൽക്കുന്ന ഒട്ടേറെ പേർ ഇപ്പോൾ അങ്ങയുടെ ഒപ്പം ഉണ്ടെന്ന് തോന്നുന്നു. അതുകൂടാതെ ഈ പെഹ്ലാ തിരങ്ക എന്ന ആ ഒരു മൈക്രോ മൂവി സോങ്, അതിന് പിന്നാലെ ഈ മൈക്രോ മൂവി സോങ്സ് എന്നുള്ള ഒരു ചലഞ്ചിങ് പാതയിൽ വീണ്ടും അങ്ങ് മുന്നോട്ട് പോവുകയാണ്. 1-2 കൂടിയൊക്കെ പുറത്തിറങ്ങിയെന്ന് തോന്നുന്നു. എടുത്തു. ഇനിയിപ്പോൾ എന്താണ് ഈ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് അല്ലെങ്കിൽ ഇപ്പോൾ പെഹ്ലാ തിരങ്ക, ഇവയൊക്കെ വലിയൊരു ക്യാൻവാസിലേക്ക് പകർത്താൻ, ഇപ്പോൾ മൈക്രോ മൂവി സോങ് എന്നുള്ളത് കുറച്ചുകൂടി വലിയ ക്യാൻവാസിലേക്ക് പകർത്താനുള്ള എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? പ്ലാനുണ്ട്. അതിനുള്ള മിക്കവാറും എല്ലാം നടക്കും തോന്നുന്നു. മിക്കവാറും ഈ വർഷം ഒരുപക്ഷെ സിനിമയുടെ ഒരു കാര്യങ്ങളിങ്ങനെ ഒത്തുവരുന്നുണ്ട്, ചിലപ്പോൾ ചെയ്യും. അപ്പോൾ അതിന് പ്രധാനമായിട്ടുള്ളൊരു രീതി എന്ന് പറയുന്നത്, ഇപ്പോൾ എനിക്കാണെങ്കിൽ കുറേ ട്രെയിനിങ്സ് ഞാൻ എടുത്തിരുന്നു. മറ്റേ പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ട്രെയിനിങ്സ് അവിടെ അറേഞ്ച് ചെയ്യുക, എൻ്റെ കുറേ ട്രെയിനിങ്സ് എടുക്കാൻ പറ്റി, അറ്റൻഡ് ചെയ്യാൻ പറ്റി, കുറേ പഠിക്കാൻ പറ്റി. എന്തായാലും സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ആയാലും സിനിമാറ്റോഗ്രാഫി ആയാലും ഡയറക്ഷൻ കുറേ പഠിച്ചു അതിനെക്കുറിച്ച്. അപ്പോൾ ഒരു പ്രശ്നമെന്ന് പറയുന്നത്, ഇപ്പോൾ ഞങ്ങൾ അതിനൊക്കെ ട്രെയിനിങ്സിനകത്ത് സത്യജിത്രേ അല്ലെങ്കിൽ ഭരതൻ, അദ്ദേഹത്തിൻ്റെ അങ്ങനെയുള്ള വലിയ വലിയ ആൾക്കാരുടെ വേയിലൂടെയാണ് ഞങ്ങൾ പോകുന്നത്, വഴികളിലൂടെയാണ്. അപ്പോൾ അതിൽ നിന്ന് വ്യതിചലിക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ഒരെണ്ണം ചെയ്യുകയാണെന്ന് ഞാൻ എൻ്റെ കറക്റ്റായിട്ട് കഥ എഴുതി സ്ക്രിപ്റ്റ് ചെയ്ത് എൻ്റെ കറക്റ്റ് ഒരു സ്റ്റോറി ബോർഡ് ഡ്രോയിങ്സ് വരെ ചെയ്യും. ഞാൻ കറക്റ്റായിട്ട് ആ ഫ്രെയിം എന്താണെന്നുള്ളത് ക്ലിയർ ആക്കിയതിന് ശേഷം മാത്രമേ ഷൂട്ട് തുടങ്ങത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രീ പ്രൊഡക്ഷൻ വർക്ക് നന്നായിട്ട് ചെയ്തിട്ടാണ് പ്രൊഡക്ഷനിലോട്ട് കയറുന്നത്. ഇപ്പോൾ റീസെൻ്റായിട്ട് ചെയ്തിട്ട് പ്രണാമം എന്ന് പറഞ്ഞ വർക്കിന് ശരിക്കും അതൊത്തിരി കുറേ ചിത്രങ്ങൾ ചെയ്തതിന് ശേഷമാണ് അതിലോട്ട് കടക്കുന്നത്. പ്രത്യേകിച്ചും രാജാരവിവർമ്മയെക്കുറിച്ചുള്ളതല്ലേ, അതുകൊണ്ട് ഭയങ്കരമായിട്ട് ഒരു ഭയഭക്തി ബഹുമാനത്തോടാണ് അതിനോട്ട് അടുക്കുന്നത്. തെറ്റുകൾ വരാൻ പാടില്ല എന്നുള്ളൊരു ആ ചിത്രം, അതായത് മൈക്രോ മൂവി സോങ് രാജാ രവിവർമ്മയെക്കുറിച്ചുള്ള ഒരു സോങ്, അതും എത്രത്തോളം ചാലഞ്ചിങ് ആയിരുന്നു? കാരണം ഒരു ഇതിഹാസ പുരുഷനാണ്, അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു മൈക്രോ മൂവി സോങ് തയ്യാറാക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെ നല്ല സപ്പോർട്ട് കിട്ടിയെന്ന് തോന്നുന്നു. പിന്നെ തീർച്ചയായിട്ടും അതിനകത്ത് രാമവർമ്മ തമ്പുരാനാണ് രാജാരവിവർമ്മയായിട്ട് ആക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു കൊച്ചൊരു കുട്ടിയെ കിട്ടി രാജാരവിവർമ്മയുടെ ബാല്യം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനകത്ത് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത്, സോങ് എന്ന് പറയുന്നത് കുറച്ച് വരികൾ, ആ വരികൾക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ 1.5 മാസം ഞാൻ അതിന് വേണ്ടി വർക്ക് ചെയ്തു. എൻ്റെ കൃത്യമായിട്ടുള്ള സ്റ്റോറി ഉണ്ടാക്കിയെടുത്തു. കാരണം വളരെ കുറച്ച് സമയമേ ഉള്ളൂ, 3-3.5 മിനിറ്റേ ഉള്ളൂ. അതിനകത്ത് ഈ അദ്ദേഹത്തിൻ്റെ ജനനം മുതൽ അദ്ദേഹത്തിൻ്റെ പലായനം ചെയ്യുന്ന ഒരു മൊമെൻറ്റ് വരെ, അദ്ദേഹം ചിത്രം ചെയ്തതിന് ശേഷമാണ്, ചിത്രം ചെയ്തുകൊണ്ടിരിക്കുന്നപ്പോഴല്ലേ അദ്ദേഹം വീഴുന്നത്. അപ്പോൾ അതിനകത്ത് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രിപ്പറേഷൻസ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ അവസാനം വരച്ച് പൂർത്തിയാക്കാത്ത ചിത്രം പാഴ്സി ലേഡി അവിടെ ഉണ്ടായിരുന്നു, ഒറിജിനൽ. സോ അത് പ്രസൻറ്റ് ചെയ്തിട്ട് അതിനകത്ത് അവിടെ എത്തി തന്നെയാണ് തമ്പുരാനെ കൊണ്ട്, അതിൻ്റെ രാമവർമ്മ തമ്പുരാനെ കൊണ്ട് ആക്ഷൻസിനുള്ള എല്ലാ എങ്ങനെയാണത് പ്രസൻറ്റ് ചെയ്യുന്നത് അതിലെല്ലാം പറഞ്ഞു കൊടുത്ത് ചെയ്യിക്കാൻ പറ്റും. പിന്നെ അയ്യപ്പൻ, അദ്ദേഹം നന്നായിട്ടത് സിനിമാറ്റോഗ്രഫി കറക്റ്റ് എൻ്റെ അതേ ഒരു ചിന്തയിലൂടെ അദ്ദേഹം അതേ പാതയിൽ സഞ്ചരിക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം എൻ്റെ കൂടെ നിന്നതെല്ലാം ഷൂട്ട് ചെയ്തു. പിന്നെ അതിൻ്റെ കഥ നന്നായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ 1.5 മാസം വർക്ക് ചെയ്തു ഈ ഒരു 3 മിനിറ്റ്സിന് വേണ്ടിയിട്ട്. 1.5 മാസം. അതിൻ്റെ പേരെന്താണ്? അതിൻ്റെ പേര് പ്രണാമം.
അതാണ് രാജാരവിവർമ്മയെ കുറിച്ചുള്ള മൈക്രോ മൂവി സോങ്ങിൻ്റെ പേര്. പ്രണാമം എന്നടിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും അല്ലേ? എല്ലാ മെറ്റീരിയൽസും ഉണ്ടാക്കി. അദ്ദേഹത്തിൻ്റെ വേറെ മെറ്റീരിയൽസ് ഒന്നും ഇല്ലായിരുന്നു. അദ്ദേഹം അന്ന് ഉപയോഗിച്ചിരുന്ന തരം പാലറ്റ്, അന്ന് ഉപയോഗിച്ചിരുന്ന പാലറ്റ് വിത്ത് ഡിപ്പർ, പിന്നെ അന്ന് ഉപയോഗിച്ചിരുന്ന ബ്രഷസ്, അതേപോലുള്ള തോന്നുകളെല്ലാം അദ്ദേഹത്തിൻ്റെ ഈ ഒരു എന്തായാലും പറഞ്ഞ ആർട്ടിൻ്റെ ഒരു ഫീൽഡ് എന്തായാലും പറഞ്ഞാൽ അതിൻ്റെ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടി കുറേ വർക്ക് ചെയ്യേണ്ടി വന്നു. അതിന് ഇത്രയും ഫാക്സ് ഉണ്ടാക്കേണ്ടി വന്നു, ഇത്രയും ഒരു ആർട്ട് ഫാക്സ് ഉണ്ടാക്കേണ്ടി വന്നു. അതൊരു ജോലിയായിരുന്നു, ശരിക്കും ജോലിയായിരുന്നു. അപ്പോൾ എന്തായാലും അത്തരത്തിലുള്ള ഒട്ടേറെ വർക്കുകളുണ്ട്. ഇനിയിപ്പോൾ ഈ ഡിസംബർ 30 നമുക്ക് തിരിച്ച് പകലാതിരംഗയിലേക്ക് വരുമ്പോൾ ഡിസംബർ 30 എത്തുകയാണ്. ഡിസംബർ 30 എന്തെങ്കിലും പ്രത്യേക പ്രോഗ്രാം പ്ലാൻ ചെയ്യുന്നുണ്ടോ? ഏതെങ്കിലും അധികാരികളെ അല്ലെങ്കിൽ ഏതെങ്കിലും മേഖലയിൽ ഏതെങ്കിലും സ്കൂളുകൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് എന്തെങ്കിലുമൊക്കെ ലക്ഷ്യമുണ്ടോ? കാരണം ഇത് കൂടുതൽ പേരിലേക്ക് എത്തണം. അതാണ് മെയിനായിട്ടുള്ള ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഒരു വൺ മാൻ ആർമിയുടെ കൂട്ട് ആയി വരുന്നു. അതിൻ്റെ ഒരു വിഷമം എനിക്കുള്ളത്. എത്രമാത്രം സപ്പോർട്ട് കിട്ടുന്നു അത്രയും കൂടുതൽ അതിൽ സന്തോഷമായിരിക്കും. ഇപ്പം താങ്കളെപ്പോലുള്ളൊരു ഇത് സപ്പോർട്ട് ചെയ്യുന്നു, അത് തന്നെ വെരി താങ്ക്ഫുൾ ഫോർ ദി എൻ്റയർ ടീം ആൻഡ് ഫോർ ദിസ് the channel also, because you are supporting me to bring out that historical beautiful fact to the world. അതൊരു സന്തോഷമുള്ള കാര്യമാണ്. നമുക്ക് എപ്പോഴും അതിൽ സന്തോഷമേ ഉള്ളൂ. കാരണം ഒരു ഹിസ്റ്റോറിക്കൽ ഫാക്റ്റാണ്, അധികം ആരും അറിയാത്തൊരു സംഭവം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നതിൻ്റെ ഒരു ത്രില്ല് ഞങ്ങൾക്കും ഉണ്ട്. അതെ, താങ്ക് യു. എന്തായാലും ഈ ഒരു ഉദ്യമം അങ്ങ് വളരെ ധൈര്യത്തോടു കൂടി ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയാണ്. അതിന് എല്ലാവിധ ആശംസകളും നേരുന്നു. കാരണം അന്ന് 1943 ഡിസംബർ 30 സാക്ഷാൽ സുഭാഷ് ചന്ദ്രബോസാണ് ഈ പതാക ഉയർത്തിയത്. നമ്മുടെ ആദ്യത്തെ ത്രിവർണ്ണ പതാകയുടെ ഹോയിസ്റ്റിംഗ് നടത്തിയത് ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിൽ. ആ ഒരു ധീര ദേശാഭിമാനി, ആ ഹീറോ ഓഫ് ഹീറോസ്, അദ്ദേഹം തുടങ്ങി വെച്ച ആ ഒരു കാര്യത്തിനാണ് ഇപ്പോൾ അങ്ങ് ഒരു പിന്തുടരാവകാശി എന്ന്, അല്ലെങ്കിൽ ഒരു പിന്തുടർന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമവുമായി മുന്നോട്ട് പോകുന്നത്. എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഞങ്ങളും ഒപ്പമുണ്ട്. താങ്ക് യു. താങ്ക്സ് എ ലോട്ട്. തീർച്ചയായിട്ടും 1943 ഡിസംബർ 30 ഇന്ത്യയുടെ ചരിത്രത്തിൽ വളരെ പ്രാധാന്യത്തോടുകൂടി രേഖപ്പെടുത്തേണ്ട ഒരു ദിനമാണ്. ആ ഒരു ദിനത്തിൻ്റെ പ്രാധാന്യം കൂടുതൽ പേരിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ടോക്കിംഗ് പോയിൻ്റ് അധ്യായം ഞങ്ങളിവിടെ തയ്യാറാക്കിയത്. ഫിൽം മേക്കർ, എഴുത്തുകാരൻ, അതുപോലെ തന്നെ ചിത്രകാരനുമായിട്ടുള്ള ശ്രീ SN ശ്രീപ്രകാശ് സാർ, അദ്ദേഹം എടുത്തുകൊണ്ടിരിക്കുന്ന എഫർട്ട് ചില്ലറയല്ല. ആ ഒരു എഫർട്ട് നമ്മൾ മനസ്സിലാക്കുക. പെഹ്ലാ തിരങ്ക എന്ന മൈക്രോ മൂവി സോങ് നമുക്ക് കാണാം. അത് യൂട്യൂബിൽ ലഭ്യമാണ്. എല്ലാവിധ ആശംസകൾ നേരുന്നു. ഒരിക്കൽ കൂടി വളരെയധികം നന്ദി ഞങ്ങളോടൊപ്പം ചേർന്ന്. ടോക്കിംഗ് പോയിൻ്റ് അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.